ആലപ്പുഴ കരുവാറ്റയിൽ യുവാവും വിദ്യാർത്ഥിനിയും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു. പള്ളിപ്പാട് സ്വദേശി ദേവു, ചെറുതന സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് മരിച്ചത്. കരുവാറ്റ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് ഇതിന് പിന്നിൽ? മറ്റു വിവരങ്ങൾ എന്ത്? ജിംഷാദ്, പോലീസ് പറയുന്നത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ഈ പെൺകുട്ടിക്ക് 17 വയസ്സാണുള്ളത്. അതോടൊപ്പം തന്നെ ആൺ സുഹൃത്തിന് 40 വയസ്സും. ഇരുവരും ചെറുപ്പം മുതലേ വളരെ സൗഹൃദത്തിലായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും നമ്മൾ ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതേ കഴിഞ്ഞ ദിവസം ആലപ്പുഴ കരുവാറ്റ റെയിൽവേ സ്റ്റേഷനടുത്ത് ആളൊഴിഞ്ഞൊരു സ്റ്റേഷൻ്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 പേര് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവം തന്നെയാണ് പറയാൻ പോകുന്നത്. അതായത് 38 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവും അതുപോലെ തന്നെ 16 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മരിക്കുന്നത്. അപ്പോൾ ഇത്ര ഏജ് ഡിഫറൻസ് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാകും പ്രണയമാണ്, പ്രണയത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് നടന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവിഹിതം തന്നെയാണെന്ന് തന്നെ പറയാം. കാരണം ഈ 38 വയസ്സുകാരന് ഇത്ര ഏജ് ഉണ്ടെങ്കിലും അവിവാഹിതനായിരുന്നെങ്കിൽ നമുക്ക് പ്രണയം എന്നൊക്കെ കൂട്ടിച്ചേർക്കാറുണ്ട്. പക്ഷേ ഇത് വിവാഹം കഴിച്ച് 2 കുട്ടികളുടെ അച്ഛൻ കൂടിയായ പുള്ളിയാണ് ഈ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഏകദേശം 2013 ആ സമയത്തായിരുന്നു പുള്ളിക്കാരൻ്റെ ആദ്യ വിവാഹം കഴിഞ്ഞെന്നാണ് നമുക്ക് ഈ ന്യൂസ് വഴിയൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ സമയത്ത് അതായത് ഭാര്യ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ കുഞ്ഞാണ്. അത് അവരുടെ കസിൻ ആയിരിക്കാം, അതൊന്നും നമുക്ക് കൂടുതൽ അറിയത്തില്ല. ആ സമയത്ത് ആ കൊച്ചിന് ഏകദേശം എത്രയാണ് 5 or 6 വയസ്സ് കഷ്ടി കാണുമായിരിക്കും. എടുത്തുകൊണ്ട് നടന്ന ആളെയാണ് പ്രേമിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് അത് പ്രണയമായി മാറിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടീനേജ് പിള്ളേരുടെ എല്ലാവരുടെയും ഒരു കുഴപ്പമാണ്. കാരണം പുള്ളിക്കാരനെ കാണാനാണെങ്കിലും ഇച്ചിരി സ്മാർട്ടൊക്കെയാണ്. വലിയ ഇത് ഏജ് തോന്നുന്നില്ല എന്നല്ല, നമുക്ക് നേരിട്ട് കണ്ടല്ലോ, ഫോട്ടോയിൽ കണ്ടുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു അട്രാക്ഷൻ ആയിരിക്കാം പെൺകുട്ടിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം വിചാരമാണ്. അപ്പോൾ പെൺകുട്ടിയും അതേ സെയിം വിചാരം തന്നെ ആയിരിക്കും പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവനില്ലെങ്കിൽ ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു ലോകമില്ല, കാര്യമില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം ഇത് മരണത്തിലേക്ക് വരെ കലാശിച്ചിരിക്കുന്നത്. അപ്പം ഈ മരണം സംഭവിക്കുന്നതിൻ്റെ തലേ ദിവസം പുള്ളിക്കാരനെതിരെ ഒരു കേസ്, അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ശല്യം ചെയ്യുകയാണ്, തുടരെ ശല്യം ചെയ്യുകയാണെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്ത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്ന് പോലീസ് അന്വേഷിക്കുന്നതിനിടെ പുള്ളിക്കാരൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ, അതായത് ഇവർ മരിക്കുന്ന ആ ദിവസം ഹാജരാകണം എന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ അന്ന് രാവിലെയാണ് ഈ പെൺകുട്ടിയാണെങ്കിലും ഷാമ്പൂ വാങ്ങാനെന്ന പേരിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏകദേശം പുള്ളിക്കാരനാണെങ്കിലും സ്വന്തം വാഹനം ഉപയോഗിച്ചിട്ടുള്ള കൂട്ടുകാരൻ്റെ ബൈക്കും എടുത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പം ഏകദേശം ഒരു രാവിലെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2:30 സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ അതുവരെ അവരെവിടെയാണോ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും ഏജ് ഡിഫറൻസും കാര്യങ്ങളും ഇവരെ അറിയാവുന്നവരാണ്. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഒരു ഫാസിനേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അതൊക്കെ ആയിരിക്കാം പെൺകുട്ടിക്ക് തോന്നി വീണ്ടും പ്രണയത്തിലേക്ക്. അപ്പം അതിൻ്റെ പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മയായിരുന്നു. പുള്ളിക്കാരന് പറഞ്ഞ് തിരുത്താമായിരുന്നു. പുള്ളിക്കാരൻ ഇതിലേക്ക് ചാടിയത് ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഭാര്യയും കുട്ടികളുമുള്ള ഒരാൾ ഈ പരിപാടിക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കാരണം കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും വേറെ ബന്ധം തേടിപ്പോകുന്നതൊക്കെ ഇപ്പോൾ പുതിയ കാര്യങ്ങളൊന്നുമല്ല. കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പോട്ടെന്ന് വയ്ക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവർക്ക് പിള്ളേരായി കഴിയുമ്പോൾ അവരെന്നുള്ളൊരു ജീവിതം അവർ ജീവിച്ചു തീർക്കേണ്ട സമയമാണ്. പക്ഷെ ആ പുള്ളിക്കാരൻ ചെയ്ത ഒരു ഏറ്റവും നെറികെട്ടൊരു കാര്യം തന്നെയാണെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിപ്പോയി. പക്ഷെ അത് പുള്ളിക്കാരനെ തിരുത്തി സ്വന്തം ഭാര്യയും പിള്ളേരുടെയും കൂടെ ജീവിക്കായിരുന്നു. അപ്പോൾ ഈ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഓരോ വാർത്ത വരുമ്പോൾ ഓരോ പ്രചരണങ്ങൾ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു താമസിക്കുമോ? അപ്പം നമുക്ക് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം കാരണം ഇത് തന്നെ ആയിരിക്കും പിരിഞ്ഞു താമസിക്കുന്നത്. കാരണം ഒരു പെണ്ണിന് വേറെ എന്തെല്ലാം അടിച്ചതും പിടിച്ചതും എല്ലാം നമ്മൾ സഹിക്കും. പക്ഷെ ഒരു പെണ്ണും വേറൊരു ബന്ധത്തിന് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണുങ്ങളും സഹിച്ച് നിൽക്കത്തില്ല. എല്ലാവരും അവരുടെ ജീവിതം തേടി പിന്നെ പോകത്തേ ഉള്ളൂ, ചെയ്യത്തേ ഉള്ളൂ. ആരും സഹിച്ച് പിന്നെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരാണുങ്ങൾ. അപ്പം ഇങ്ങനെ ഇപ്പം ആണെന്ന് ഞാൻ ഈ പുള്ളിയുടെ കാര്യം പറയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം പെണ്ണുങ്ങളും പോകുന്നുണ്ട്, ആണുങ്ങൾ മാത്രം പോകുന്നു എന്നൊന്നും ഞാൻ വ്യാപിക്കുന്നതല്ല കേട്ടോ. പെണ്ണുങ്ങളും പോകുന്നത് ആര് പോയാലും അത് തെറ്റ് തന്നെയാണ്. കാരണം വിവാഹം കഴിഞ്ഞ് അവരുടെ ജീവിതം ജീവിച്ചെടുക്കണം. ഇപ്പം അവൻ പോയി ചത്തു, ആർക്ക് പോയി? ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെ പോയില്ല. കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായ പോലെ എൻ്റെ അച്ഛൻ ഇത്ര നാണം കെട്ട രീതിയിലാണല്ലോ മരിച്ചെന്ന് ചിന്തിക്കത്തുള്ളൂ. സത്യമല്ലേ? ഇപ്പം
എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പറയുമെങ്കിലും ചെയ്യും. പക്ഷെ ഇവർ രണ്ടുപേരുടെ മരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെറും നാണം കെട്ട രീതി, വീട്ടുകാരെ അത്രയധികം നാണക്കേട് ഉണ്ടാക്കിയ ഒരു മരണം തന്നെയല്ലേ അവരുടേത്. കാരണം ആരെങ്കിലും അവരെക്കുറിച്ചൊരു നല്ലത് പറയില്ല. കമൻറ്റ് ബോക്സിൽ പോലും എന്തൊക്കെയാണ് അവരെക്കുറിച്ചൊക്കെ പറയുന്നതെന്നറിയോ. ഇപ്പോഴത്തെ പെൺകുട്ടികളോടാണ് എനിക്ക് പറയുന്നത്, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ തോന്നുന്ന ഒരു അട്രാക്ഷനും കാര്യങ്ങളും മാത്രമാണ്. കാരണം ഇതൊന്നും ജീവിതത്തിൽ നിലനിന്ന് പോകത്തില്ല. അവനവൻ്റെ ഭാര്യയും പിള്ളേരും മാത്രമേ കാണത്തുള്ളൂ അവനവൻ്റെ അവസാനം വരെ. അത് തിരിച്ചാണെങ്കിൽ തന്നെ ഭാര്യമാരോടുമാണ് പറയുന്നത്, ഭർത്താക്കന്മാരെ ഇട്ടിട്ട് പോകുന്ന ഭാര്യമാരോടുമാണ് പറയുന്നത്, അവനവൻ്റെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ കാണത്തുള്ളൂ. അല്ലാതെ ഈ കാണുന്നവരും ഇപ്പോൾ ഓടി വരുന്നവരും ഒന്നും ജീവിതത്തിൽ നമ്മുടെ കൂടെ ഒരിക്കലും കാണത്തില്ല. അത് മനസ്സിലാക്കി നിങ്ങൾ ഇരിക്കുക. കാരണം ഇതൊക്കെ വെറും ഒരു അട്രാക്ഷൻ, ഫാസിനേഷൻ, അതിൻ്റെ പുറത്തുള്ള സ്നേഹവും കരുതലും മാത്രമാണ്. കാരണം ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയിൽ നിന്ന് കിട്ടാത്ത എന്ത് കാര്യമാണ് അന്യ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹവും കാര്യവും പ്രണയവും ഒന്നും ഒരു പെണ്ണുങ്ങൾക്കും കൊടുക്കാം. പിന്നെ തോന്നുന്നതൊക്കെ, പിന്നെ ആണുങ്ങൾക്ക് മറ്റു പെണ്ണുങ്ങളോട് തോന്നുന്നതൊക്കെ വെറും കാമം മാത്രമാണ്, അല്ലാതെ പ്രണയമാണോ? സ്വന്തം ഭാര്യയോട് പ്രണയം തോന്നാത്തവന് വേറൊരാളോട് പ്രണയം തോന്നും? ഒരിക്കലും തോന്നത്തില്ല. ഇതൊക്കെ വെറും ഫാസിനേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ പുറത്തുള്ള ഇതിലൊന്നും പോയി ആരും ചാടാതിരിക്കുക. അല്ലെങ്കിൽ അവസാനം ഇതുപോലുള്ള മരണങ്ങളും അല്ലെങ്കിൽ ചതിച്ചിട്ട് പോകും, പിന്നെ അതിൻ്റെ പേരെയുള്ള കേസ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഇങ്ങനെയുള്ള കേസുകൾ മാത്രമേ വരത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതിൻ്റെ ഒന്നും പുറകെ പോയി ചാടാതിരിക്കുക. ഇനിയെങ്കിലും ടീനേജിലുള്ള പിള്ളേർ മനസ്സിലാക്കുക കാര്യങ്ങൾ.